അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. മാത്രമല്ല കേരളത്തിൽ ഇനി വരുന്ന 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജില്ലകളിൽ ഇവിടെ വിവിധ ജില്ലകളിലായി തന്നെ അലേർട്ടുകളൊന്നും തന്നെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നു മുതൽ ഒരു 5 ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു മാറുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥ വലിയ രീതിയിൽ മാറുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങണം. വിവിധ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ ഉടൻ തന്നെ എടുക്കേണ്ടതാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നതിനാൽ തന്നെ ഇടിമിന്നലും കാറ്റും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ആയതിനാൽ തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത തന്നെയാണ് പുലർത്തേണ്ടത്. ഇടിമിന്നലുള്ള സമയത്ത് ആരും പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതുപോലെ ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ട്. ആയതിനാൽ തന്നെ പൊതുജനങ്ങൾ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതിനാൽ തന്നെ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്തേക്ക് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. അതുപോലെ തന്നെ വൈദ്യുതി ഉപകരണങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സാമ്യമുള്ള ഇടിമിന്നലുള്ള സമയത്ത് ഈ ഒരു രീതി ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല. അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ തന്നെ കളിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. അതുപോലെ കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കുകയാണോ എന്നത് ഉറപ്പുവരുത്തുക. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ്റ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ പോകാതിരിക്കുകയും ചെയ്യുക. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുന്നതും വേണം. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല പൈപ്പ് ലൈനിലൂടെ മിന്നൽ മൂലം അത് ആ ഒരു പൈപ്പ് ലൈനിലൂടെ വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉള്ളപ്പോൾ ജലാശയങ്ങളിൽ മീൻ പിടിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല എന്നതാണ് മറ്റൊരു കാര്യം. കാർമേഘം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തി എല്ലാം നിർത്തിവെച്ച് ഉടൻ തന്നെ കരയിലേക്ക് എത്താനും ശ്രമിക്കണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.